ഇപ്പോൾ വത്തിക്കാനിൽ നിന്നൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. മാർ ജോർജ് കൂവക്കാട് കർദിനാളായി സ്ഥാനമേറ്റ ഇന്നലെ ചുമതലയേറ്റ മാർ ജോർജ് കൂവക്കാടും ഒപ്പം 21 കർദിനാൾമാരും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മാർപ്പാപ്പയ്ക്കൊപ്പം ആദ്യ ദിവ്യബലി അർപ്പിക്കുകയാണ്. ഈ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ ഇന്നലെ ഈ കർദിനാൾ പട്ടം ഏറ്റുവാങ്ങുന്ന ആ പദവി ഏറ്റുവാങ്ങിയ ചടങ്ങിന് സാക്ഷികളായതുപോലെ തന്നെ ഇന്ത്യൻ പ്രതിനിധികളടക്കമുണ്ട്. ആ ചടങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് മാർപ്പാപ്പയ്ക്കൊപ്പം 21 കർദിനാൾമാർ ഇപ്പോൾ ദിവ്യബലി അർപ്പിക്കുന്നത്. പുതുതായി ചുമതലയേറ്റ കർദിനാൾമാരുടെ ദിവ്യബലിയുടെ തത്സമയ ദൃശ്യം. Lectio Sancti Evangelii secundum Lucam. In quel tempo l'angelo Gabriele fu mandato da Dio in una città della Galilea, chiamata Nazareth, a una vergine promessa sposa di un uomo della casa di Davide, di nome Giuseppe. La vergine si chiamava Maria. Entrando da lei, disse: Rallegrati, piena di grazia, il Signore è con te. A queste parole ella fu molto turbata e si domandava che senso avesse un saluto come questo. L'angelo le disse: Non temere, Maria, perché hai trovato grazia presso Dio. Ed ecco, concepirai un figlio, lo darai alla luce e lo chiamerai Gesù. Sarà grande e verrà chiamato figlio dell'Altissimo. Il Signore Dio gli darà il trono di Davide suo padre e regnerà per sempre sulla casa di Giacobbe, e il suo regno non avrà fine. Allora Maria disse all'angelo: Come avverrà questo, poiché non conosco uomo? Le rispose l'angelo: Lo Spirito Santo scenderà su di te e la potenza dell'Altissimo ti coprirà con la sua ombra. Perciò colui che nascerà sarà santo e sarà chiamato figlio di Dio. Ed ecco, Elisabetta, tua parente, nella sua vecchiaia ha concepito anch'essa un figlio, e questo è il 6° mese per lei, che era detta sterile. Nulla è impossibile a Dio. Allora Maria disse: Ecco la serva del Signore, avvenga a me secondo la tua parola. E l'angelo si allontanò da lei. Verbum Domini. Rallégrate,
piena di grazia. വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൽ പുതുതായി ചുമതലയേറ്റ 21 കർദിനാൾമാർ മാർപ്പാപ്പയ്ക്കൊപ്പം കുർബാന അർപ്പിക്കുകയാണ്. ഒപ്പം കേരളത്തിൽ നിന്ന് മാർ തോമസ് തറയിലും മാർ ജോസഫ് പെരുന്തോട്ടവും ഈ കുർബാനയിൽ സഹകാർമ്മികരാണ്. കേരള മലയാളികൾക്ക് അല്ലെങ്കിൽ ഭാരതീയ കത്തോലിക്ക സഭയ്ക്ക് അഭിമാന നിമിഷങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്നലെ രാത്രിയും ഇന്നുമൊക്കെ നമ്മൾ അതിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. അഭിമാന നിമിഷത്തിനാണ്. ടോബി ജോൺസൺ ചേരുന്നുണ്ട്. ടോബി, കർദിനാൾ പദവി അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം ലഭിച്ച ശേഷമുള്ള ദൈവികമായ ആദ്യ ചടങ്ങാണ്, അല്ലെങ്കിൽ ശുശ്രൂഷ ചടങ്ങാണ് ആദ്യത്തേത്. ഈ ചടങ്ങുകൾ ഇനി എങ്ങനെയാണ് മാർപ്പാപ്പയ്ക്കൊപ്പമുള്ള ആദ്യത്തെ കുർബാന? തീർച്ചയായിട്ടും കർദിനാൾമാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കുർബാന എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ കർദിനാൾ സ്ഥാനത്തേക്ക് സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ കുർബാന എന്ന് പറയുമ്പോൾ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ട ഒരു കുർബാന, ഒരു തിരുക്കർമ്മം തന്നെയാണ്. ഇന്നലെയാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത്. എടുത്തു പറയേണ്ടത് കേരളത്തിന്റെയും അതുപോലെ തന്നെ ഇന്ത്യക്ക് തന്നെ അഭിമാനമാകുന്ന തരത്തിലേക്ക് ഒരു പ്രതിനിധി കേരളത്തിൽ നിന്നുകൂടി ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാർ ജോസഫ് കൂവക്കാട് ഇന്നലെ ഈ 21 പേർക്കൊപ്പം സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടു. അദ്ദേഹവും ഈ ചടങ്ങിൽ 21 പേരിൽ ഒരാളാണ്. അതുപോലെ തന്നെ സഹകാർമ്മികത്വം ഈ ചടങ്ങുകൾക്ക് വഹിക്കുന്നതിൽ കേരളത്തിൽ നിന്നുള്ള 2 കർദിനാൾമാർ കൂടിയുണ്ട്, 2 ബിഷപ്പുമാർ മെത്രാന്മാർ കൂടിയുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഇന്ത്യയിലെ ക്രൈസ്തവ സഭയ്ക്ക് ഒരു അഭിമാന നിമിഷം തന്നെയാണ് ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാർപ്പാപ്പയ്ക്കൊപ്പമുള്ള സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കുന്ന ഈ വിശുദ്ധ കുർബാന അവരെ സംബന്ധിച്ചിടത്തോളവും ഈ 21 കർദിനാൾമാരെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ ഇന്ത്യയിലെ ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാവുന്നത് പോലെ തന്നെ വൈദിക പദവിയിൽ നിന്നും നേരിട്ട് കർദിനാൾ ആകുന്നു എന്നൊരു പ്രത്യേകത തന്നെയായിരുന്നു ജോർജ് കൂവക്കാടിന്റെ ഈ സ്ഥാനാരോഹണത്തിൽ ഉണ്ടായിരുന്നത്. ഈ കർദിനാൾ പദവി ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ ഈ മെത്രാൻ പദവി നൽകിയിരുന്നു. ആ ചടങ്ങുകളെല്ലാം നടന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയിലായിരുന്നു. അതിന്റെ ഒരു സന്തോഷമുണ്ട്. അതൊക്കെ നേരിട്ട് കാണാൻ വിശ്വാസ സമൂഹത്തിനും സാധിച്ചു. അതിനുശേഷമാണ് ഇന്നലെ കർദിനാൾ പദവി കൂടി അദ്ദേഹത്തിന് ലഭിച്ചത്. എന്തായാലും അതിന്റെ ആ ചടങ്ങുകളുടെ ഒരു അവസാനത്തെ ഒരു ചടങ്ങ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ ഈ കുർബാനയെ പറയാം. അതോടൊപ്പം തന്നെ ഈ കർദിനാൾമാരുടെ കർദിനാൾ പദവിയിലുള്ള അവരുടെ ഇനിയുള്ള ആത്മീയ ജീവിതത്തിന്റെ ഒരു തുടക്കം കൂടിയാണ് ഈ വിശുദ്ധ കുർബാന എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാർപ്പാപ്പയ്ക്കൊപ്പമാണ് ഈ 21 പേരും ഈ കുർബാന അർപ്പിക്കുന്നത്. അതിനുശേഷം സ്നേഹവിരുന്ന് അടക്കം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആ ചടങ്ങുകൾ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ ടോബി, കുർബാനയ്ക്ക് ശേഷം മലയാളി സമൂഹം അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും ഭാരതത്തിൽ നിന്നും എത്തിയ പ്രതിനിധികൾ, കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം പ്രതിനിധികൾ അവിടെ ഉണ്ട്, വത്തിക്കാനിലുണ്ട്. അവരുടെയൊക്കെ നേതൃത്വത്തിൽ മാർ ജോർജ് കൂവക്കാടിന് ഒരു അനുമോദന യോഗം കൂടി അവിടെ സംഘടിപ്പിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ മാസം തന്നെ അദ്ദേഹം നാട്ടിലേക്കെത്തും. അതൊരു വലിയ സ്വീകരണം, അഭിമാനവും ആഘോഷവും ഒപ്പം ആ സന്തോഷമൊക്കെ പങ്കുവെക്കാൻ ചങ്ങനാശ്ശേരി അടക്കം ജന്മനാടും ഈ കേരളത്തിലെ കത്തോലിക്ക സഭയും ഒക്കെ തയ്യാറെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഗൂഗിൾ വലിയൊരു സ്വീകരണം ഒരുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രഖ്യാപനം 2 മാസം മുൻപ് വന്നപ്പോൾ തന്നെ അതിന്റെ ഒരു സന്തോഷം ഈ ചങ്ങനാശ്ശേരി അതിരൂപതയിലും എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ ഇടവകയായിട്ടുള്ള മാമൂട് ലൂർദ് പള്ളിയിലും എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ആ നാടിന് ആകമാനം അഭിമാനമാകുന്ന ഒരു നേട്ടമായി തന്നെയാണ് ഈ നാട്ടിലുള്ളവരും ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ ഇവിടെയും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. 21-ാം തീയതിയാണ് വിപുലമായിട്ടുള്ളൊരു സ്വീകരണ പരിപാടി നടത്താൻ ആലോചിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു വലിയ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ ഒരു പ്രതിനിധി സംഘം കൂടി അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ അവരെ കണ്ടതാണ്. ഈ ചടങ്ങുകൾക്ക് മുൻപേ തന്നെ അവിടെ ഒരു ദിവസം മുൻപ് തന്നെ അവരവിടെ എത്തി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളും എല്ലാം തന്നെ ആ ഒരു സംഘത്തിനൊപ്പമുണ്ട്. അവർ ഒരു ദിവസം മുൻപേ എത്തി അവിടെ ആ ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ന് ഈ വിശുദ്ധ കുർബാന കഴിയുമ്പോൾ അവരോടൊപ്പം ഉള്ള ഒരു സെഷൻ കൂടി ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ അഭിമാനകരമാകുന്ന ഒരു നേട്ടം, അതിലേക്കാണ് ജോർജ് കൂവക്കാട് കാലെടുത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ മടങ്ങിയെത്തുന്ന അദ്ദേഹത്തിന് വലിയ സ്വീകരണം ഒരുക്കാൻ തന്നെയാണ് ഈ കേരളവും ജന്മനാടും എല്ലാം തന്നെ തയ്യാറെടുക്കുന്നത്. ഗോകുൽ.
തീർച്ചയായിട്ടും മലയാളികൾക്കും ഭാരതീയ കത്തോലിക്ക സഭയ്ക്കും ഒക്കെ അങ്ങേയറ്റം അഭിമാനം നിറഞ്ഞ നിമിഷങ്ങളാണ്. മാർ ജോർജ് കൂവക്കാട്ട്, പുതിയതായി കർദിനാളായി ചുമതലയേറ്റ മാർ ജോർജ് കൂവക്കാട്ട് ഇപ്പോൾ മാർപ്പാപ്പയ്ക്കൊപ്പം 21 കർദിനാൾമാർ, പുതിയതായി ചുമതലയേറ്റ കർദിനാൾമാർ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കുർബാന ദിവ്യബലി അർപ്പിക്കുകയാണ്. അവരുടെ ഈ വൈദിക ജീവിതത്തിലെ ശുശ്രൂഷ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് കൂടിയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്.